ഹായ് ഗൈസ്, ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ബേഡം പഞ്ചായത്തിലെ വാവെടുക്കെന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ലോഡ് കയറ്റാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ സ്ഥലം എന്തായാലും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി അങ്ങ് മേലെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ സ്ഥലം എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഗൈസ് ഇത് മൊത്തം എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു, ഫാമാണ് കേട്ടോ. ഇത് ഈടുന്ന് കുറച്ച് തേങ്ങ കയറ്റാനുണ്ട്. ചാമ്പക്ക മരം ഗൈസ്, ഇതെന്താ പഞ്ഞിമരാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പഞ്ഞിമരാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ വണ്ടി അങ്ങനെ മേലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതോ ഓഫീസോ വല്ലതായിരിക്കാം. ഇവിടെ കുറേ തേങ്ങ വെച്ചിട്ടുണ്ട്. ഇതും കൂടി ലോഡ് കയറ്റാനുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ തേങ്ങ. ഈ തേങ്ങ കൂടി കയറ്റാനുണ്ട്. ഏകദേശം ഒരു 10 ടണ്ണിൻ്റെ അടുത്ത് ലോഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഗായ്സ്. എന്താ സാധനം ഗായ്സ്? തിന്നുന്ന പഴമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. നിറയെ പിടിച്ചിട്ടുണ്ട് ഗായ്സ്, പഴുത്തിട്ടുമുണ്ട്. ഗൈസ് നമ്മൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിച്ച് നോക്കാം. ചത്തില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ് ഉള്ളിൽ വൈറ്റ് കളറാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വലിയൊരു കുരുണ്ട്. മധുരം പുളിയും മിക്സായ ടേസ്റ്റാണ് കേട്ടോ സാധനത്തിന്. ഗൈസ് ചെറുനാരങ്ങേൻ്റെ തൈ ഇതും പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റത്തെ പഴം പഞ്ഞിമരമല്ല കേട്ടോ. ഇത് പഴുത്തിട്ടാകുമ്പോൾ കഴിക്കുന്ന ഒരു പഴമാണ് കേട്ടോ. കാണുമ്പോൾ പഞ്ഞിമരത്തിൻ്റെ അതേ ലുക്കാണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. നമ്മൾ എന്തായാലും കഴിക്കുന്നില്ല, പഴുത്തിട്ടല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ആയോന്ന് പറഞ്ഞാൽ കഴിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ. ഓക്കെ ഗൈസ്, ഇവിടെ വന്നിട്ടാകുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇവിടെയുണ്ട് ഗായ്സ് വേറൊരു മരം. ഇത് കാണുമ്പോൾ മുട്ടപ്പഴത്തിൻ്റെ അതേ ഒരു ലുക്കാണ്. നമ്മുടെ സ്വന്തം മൾബറിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മൾബറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ധൈര്യത്തോടെ കഴിക്കാം. ഗൈസ് സ്റ്റാർ പുളീൻ്റെ തയ്യാന്ന് കേട്ടോ ഈ കാണുന്നത്. പിടിച്ചിട്ടുണ്ടല്ലോ. പഴുത്തിട്ടുണ്ട്, അങ്ങ് പഴുക്കാൻ തുടങ്ങി. മഞ്ഞ കളർ ആവാൻ തുടങ്ങിയതാ. നമുക്ക് നോക്കാം. ഇത് കിട്ടുമോ? അതിൻ്റെ അടിയിലുണ്ടാ. ഇതായിടെ ഇത് ഗായ്സ് സ്റ്റാർ പുളി സ്റ്റാർ പുളി. അയ്യോ ഗായ്സ് പോയി. ഗായ്സ് ഇത് പഴുത്ത സ്റ്റാർ പുളിയാണ് കേട്ടോ. ഗൈസ് നിറയെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. എന്താ നിറയെ പിടിച്ചിട്ടുണ്ട് സ്റ്റാർ പുളി.
നമ്മൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം പഴുത്തൊന്ന് പറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. കേട്ടോ ഗായ്സ്. ഇതും ഞാൻ നല്ല പരിചയമുണ്ട് കേട്ടോ. ഇതും കഴിക്കുന്ന ഏതോ പഴത്തിൻ്റെ ചെടി തന്നെയാണ് ഗായ്സ്. റംബൂട്ടാൻ. ഇങ്ങനെ കാണുന്ന റംബൂട്ടാനാണ് കേട്ടോ. ഇതും കഴിക്കുന്നൊരു പഴം തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അതവിടെ കാപ്പി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കാപ്പി പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. ഇതൊരു ഔട്ട് ഹൗസ് ആണെന്ന് തോന്നുന്നുണ്ട്. നാരങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റംബൂട്ടാൻ്റെ ചെടി. ഇത് നമ്മുടെ നാട്ടിലെ നമ്മ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലിമ്പിക്കാന്ന് പറയും കേട്ടോ. ചിലിമ്പി മരം എന്ന് പറയും. ചിലിമ്പിപ്പുളി. നല്ല പുളിയാണ് കേട്ടോ ഈ സാധനത്തിന്. പിന്നെ ഇതൊരു നെല്ലിക്കയാണ്. മറ്റേ ഈ നെല്ലിക്കയുടെ പേരറിയത്തില്ല ഗൈസ്. നെല്ലിക്ക മരമാണ്. ഇങ്ങോട്ടൊരു ചാമ്പ മരമുണ്ട് ഗൈസ്. വീണ്ടും ചാമ്പ മരം. പേരക്ക കണ്ടിട്ടാന്ന് പറഞ്ഞു. ഇവിടെ ഒരു പേരക്ക മരം ഉണ്ട് കേട്ടോ. അതിൽ പേരക്ക പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതാണ് പേരമരം. അതിൽ പേരക്ക പിടിച്ചിട്ടില്ല. ഇവിടെ ഒന്നുണ്ട്. നാടൻ പേരക്കയാണ്. അതിലും ഒന്നുമില്ല ഗൈസ്. പണിക്കാർ വരാനുണ്ട് കേട്ടോ. താഴെ സ്റ്റെപ്പിന് പകരം ചാക്കിൽ നിറച്ചിട്ട് വെക്കാനുള്ള പ്ലാൻ കേട്ടോ. തേങ്ങ നമ്മുടെ സ്റ്റെപ്പൊന്നുമില്ല. ഇത് നമ്മുടെ വണ്ടി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാപ്പി മൊത്തം പഴുത്തിട്ടുണ്ട് ഗൈസ്. കാപ്പി ഫുള്ളായിട്ട് പഴുത്തിട്ടുണ്ട് ഗൈസ്. മുട്ടപ്പഴത്തിൻ്റെ മരം. നമ്മുടെ വണ്ടിയുടെ സൈഡൊക്കെ ഇട്ടുണ്ട് ഗൈസ്. മുട്ടപ്പഴം പിടിച്ചിട്ടുണ്ട് ഗൈസ്. കാണിച്ചു തരാം. മുട്ടപ്പഴം അല്ലേ? അതെ ഗൈസ്. ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഇറക്കത്തിലാണ് ഗൈസ് വണ്ടി വെച്ചിട്ടുള്ളത്. ഈ സപ്പോർട്ടൻ്റെ മരമാണ് കേട്ടോ. ഇതിൽ പിടിച്ചിട്ടൊന്നും കാണുന്നില്ല. സപ്പോട്ട. ഗായ്സ് ഇവിടെ നിറയെ ചീമ നെല്ലിക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെ ചീമ നെല്ലിക്ക എന്നാണ് ഗായ്സ് പറയുന്നത്. രാവിലെ തന്നെ വാരി വലിച്ച് പുളി തിന്നുന്നുണ്ട് കേട്ടോ. എന്താവുന്നറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇതിനെ ചീമ നെല്ലിക്ക എന്ന് പറയും കേട്ടോ. നിറയെ വീണിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ ആദ്യ കുട്ട വെക്കുന്നുണ്ട് കേട്ടോ. ഗായ്സ് ഇത് ഏകദേശം 60ൻ്റെ കൊട്ടയാണ് കേട്ടോ. ഇവർക്ക് എടുക്കാൻ കഴിയാത്തൊരു സീനുണ്ട്. थोड़ा कम करो, थोड़ा कम करो.
ഫസ്റ്റ് സ്ഥലത്ത് നിന്ന് ലോഡൊക്കെ എടുത്ത് സെറ്റായിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് പാണത്തൂരേക്കാണ്. പാണത്തൂർ നിന്നാണ് അടുത്ത ലോഡ് കയറ്റാനുള്ളത്. ഇപ്പം നമ്മൾ ഇല്ലതെന്ന് വെച്ചിട്ടുണ്ട് വാവടുക്കം പാലത്തിലാണ് കേട്ടോ. ലോഡെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവിടെ ചെന്നിട്ട് അടുത്ത ലോഡും കൂടി കയറ്റുന്നത് കാണാം. അപ്പോൾ കാഴ്ചയിൽ വാവടുക്കം പുഴയാണ് കേട്ടോ. പാലത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് നേരെ ഇങ്ങോട്ടാണ് പോകാനുള്ളത്. നമ്മൾ ഫൈനലി മാനടുക്കത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീട്ടിലേക്ക് വന്നതാണ്. ഫുഡെല്ലാം കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീടിന്ന് വിടാൻ പോകുന്നുണ്ട് കേട്ടോ. ടിപ്പ് ടൂറേക്കാണ് ലോഡ്. അഖിൽ നമ്മുടെ വോളിബോൾ കോർട്ടാണ് കേട്ടോ. നൈറ്റിൽ നിന്ന് കളി തുടങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ്. നമുക്ക് കളിക്കാൻ ചാൻസ് ഇല്ല, ഭാഗ്യമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രിപ്പും കൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ മോർണിംഗ് കാഴ്ച കാണാം എല്ലാവർക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ വണ്ടി ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ടിപ്പ് ടൂർ ഇതാണ് കേട്ടോ. നമ്മുടെ മുമ്പിൽ 2 വണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് KL 13 രജിസ്ട്രേഷൻ, ഒന്ന് KA രജിസ്ട്രേഷൻ. വിജയ ഇൻഡസ്ട്രീസ്. ഇനി പണിക്കാർ വേറെ സ്ഥലത്ത് നിന്ന് വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ ഹോട്ടലൊന്നും കാണുന്നില്ല ഗൈസ്. നിതീഷിൻ്റെ അകത്തുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്. ഇതാണ് കമ്പനി ഓൾമോസ്റ്റ് വ്യൂ. ഇനി ഇറക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അന്ന് ഫുൾ അള്ളിയിലൂടെയാണ് നമ്മുടെ വണ്ടി ലോഡായിട്ട്. ഒരു വണ്ടി മറ്റേ വണ്ടിയുടെ കയറയച്ചു കേട്ടോ. ഫസ്റ്റ് വണ്ടിയിലെ അവരിന്നലെ കാസർഗോഡ് നിന്ന് തന്നെ ആയിരുന്നു ലോഡ് കയറ്റിയത്. രാത്രി 2 മണിക്ക് എത്തിയതാണ്. നമ്മൾ രാവിലെ ഏകദേശം 4:55 കൂടി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലോഡ് ഇറക്കുന്നതെല്ലാം കാണിച്ചു തരാം നിങ്ങളെ. ഫസ്റ്റ് വണ്ടിയിൽ ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഗോഡൗൺ പോലെ ഉണ്ട്. അടുത്ത കാണുന്ന കേട്ടോ തേങ്ങ കൊണ്ടിടുന്നേ. 3 ആൾ മേലെ കയറിയിട്ടുണ്ട്, 2 ആളാണ് ചുമക്കുന്നത്. ബാക്കി എല്ലാ വണ്ടിയുടെ ഇറക്കാൻ വേണ്ടി പോസ്റ്റായി നിന്നിട്ടുണ്ട് ഗായ്സ്. ബാക്കിലൊരു 12 കിലോ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് കട്ടായി എന്നാണ് അറിയാത്തത് ഗായ്സ്. നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്നും ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിതീഷ് തേങ്ങ പോവാണ്ടിരിക്കാൻ വേണ്ടി പച്ച നെറ്റ് ഫുള്ള് കെട്ടി വെച്ചാണ് കേട്ടോ സൈഡിലെ കൂടി. നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഡോറ് ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ വീണ സാധനമാണ് കേട്ടോ ഇപ്പോൾ ഇതാക്കുന്നത്. പണിക്കാരെല്ലാം നല്ല സ്പീഡാണ്. ഇത്ര സമയം കൊണ്ട് 2 വണ്ടി ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അതിന് മുകളിൽ നിന്നിട്ട് ബാക്കി എടുക്കും. നമ്മുടെ തേങ്ങ വണ്ടി വന്ന എല്ലാ വണ്ടിയും കഴിഞ്ഞാട്ടെ. ഇനിയിപ്പോൾ ഇതാ ഈ വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ ഇറക്കാൻ വേണ്ടിയിട്ട്. മേരി ജാൻ KA 01 രജിസ്ട്രേഷനാണ് കേട്ടോ വണ്ടി. ഇരുട്ടിക്കറ്റ വണ്ടിയാണ്. 12 വീലും കൂടി ഇനി ഇറക്കാനുണ്ട്. നമ്മുടെ വണ്ടിയുടെ സെറ്റായിക്കൊണ്ടുണ്ട് ഗായ്സ്. വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആളുണ്ട്. മിഷൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടായാലും ഇതാ ഇവിടൊരു ഫില്ലർ പോലെ കാണുന്നുണ്ട്. അത് പുകക്കുഴലാണ് കേട്ടോ. ഈ പുകക്കുഴൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മറ്റേ മണ്ണെണ്ണയൊക്കെ കൊണ്ടുവരുന്ന ഡ്രമ്മില്ല, ആ ഡ്രമ്മ് വെച്ചിട്ടാണ് കേട്ടോ. ഡ്രമ്മ് കണക്ട് ചെയ്തിട്ടാണ് പുകക്കുഴലാക്കിയത്. ന്യൂ ടെക്നോളജി. നമ്മുടെ നാട്ടിലൊന്നും കൊണ്ടുവരാത്ത ടെക്നോളജിയാണ് കേട്ടോ ഇത്. നമ്മുടെ വണ്ടിയിൽ ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പൊട്ടിയ തേങ്ങലവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിയ തേങ്ങലവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഗൈസ് ഇതാണ് ഗൈസ്. ഫുള്ള് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മറ്റേ വണ്ടിയുടെ ടാർപ്പായി അയക്കുന്നുണ്ട് അവർ. വണ്ടിയിലെ ടാർപ്പായി അയക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി കഴിയാനായിട്ടുണ്ട് ഗൈസ്. ഫൈനലി കഴിയാനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരുത്തൻ ബേബ്രിഡ്ജിലേക്ക് വരുന്നെന്ന് പറഞ്ഞായിരുന്നു.
ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് നേരെ വേ ബ്രിഡ്ജിലേക്ക് കുറേ വീടാണ് കേട്ടോ ഇതെല്ലാം. വീടിൻ്റെ ഇടയിലൊരു ഫാക്ടറി. MT വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് റെയിൽവേ ട്രാക്കാണ്. ഫുള്ള് ബ്ലോക്കാണ് ഗായ്സ്. ടാർപ്പായി ഗായ്സ്. അവിടെ ഒരു ചന്ത ഉണ്ടായി കേട്ടോ. നമ്മുടെ വണ്ടി സൈഡാക്കാൻ കഴിയാത്തൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഗായ്സ്. അപ്പോൾ നമ്മൾ തേങ്ങ ലോഡെല്ലാം ഇറക്കി സെറ്റായി കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ നേരെ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.